ഇപ്പോ ബാലുശ്ശേരിക്കാരൻ പ്രസംഗിക്കാൻ എന്താണ് ഈ ആളുകൾക്ക് മലയാളം അറിയോ? ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ്. ഇവര് പറയാ ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ്. 8ാം ക്ലാസ് മുതൽ സ്പെഷ്യലായി മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ്. പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വേറെ ആലോചിക്കാം. ഡിഗ്രി വരെ എവിടെയാ പഠിച്ചതെന്നൊക്കെ നമുക്ക് വേറെ ചോദിക്കാം. അതവിടെ നിൽക്കട്ടെ. ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. കാരണം മൂപ്പർക്കറിയാ പറയാൻ പോകുന്ന പൊട്ടത്തരാണ്. എന്നിട്ട് പറയാണ് എന്ത്, നമ്മളുടെ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ജിന്നുകളെ സംബന്ധിച്ച് അദൃശ്യം അഭൗതികം എന്നൊക്കെ പ്രയോഗിച്ചത്. എന്ത് മനസ്സിലായി? പൂർവിക പണ്ഡിതന്മാരൊക്കെ അഭൗതികം എന്നാ പറഞ്ഞു എന്ന് മനസ്സിലായോ? ഇതുവരെ എന്താ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. ഒരാളും ജിന്നിനെ സംബന്ധിച്ച് അഭൗതികം എന്ന് പറഞ്ഞിട്ടില്ല. ഒരാളും അഭൗതികം എന്ന് പറയാറില്ല. ഇപ്പൊ ഇവരുണ്ടാക്കിയ കോക്കസ് ഉണ്ടാക്കിയ മൂവർ സംഘം ഉണ്ടാക്കിയതാണ് അഭൗതികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാണെന്ത്, അത് നമ്മുടെ പഴയ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതില്ലാത്തതാരാണ്? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. എന്തുകൊണ്ടാണ് അഭൗതികം എന്ന് പറയാൻ പാടില്ലാത്തത്? അള്ളാന്റെ എല്ലാ പടപ്പുകളും പറയണു പേര്, അള്ളാന്റെ എല്ലാ പടപ്പുകളും ഒരു ഭൗതിക വസ്തു കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ അഭൗതികം എന്ന് പറയാൻ പാടില്ല. എന്നിട്ട് പറയാ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിനെ പറ്റിയൊന്നും അദൃശ്യം എന്നല്ലാതെ അഭൗതികം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ മൂപ്പർ ഒറ്റ കാര്യത്തെ പറ്റിയാ പറഞ്ഞത്, അത് റൂഹിനെ പറ്റിയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ റൂഹ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ പറ്റി അഭൗതികം എന്ന് പറഞ്ഞത്. എന്തായാലും ഉണ്ടാക്കിയെന്ന് ഉറപ്പല്ലേ? ഒരു ഭൗതിക വസ്തു എന്ന് ഉറപ്പല്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെയാണെങ്കിൽ അതിന് അഭൗതികം എന്നല്ല പറയേണ്ടത്. എല്ലാ മഖ്ലൂക്കുകളും അഭൗതികമാണെങ്കിൽ റൂഹ് മഖ്ലൂക്കല്ലേ? റൂഹ് ഖാലിഖ. ഈ ജാതി വിവരക്കേട് വിളമ്പി. എന്നാൽ ഈ വിളമ്പുമ്പോൾ തന്നെ മറക്കാൻ ശ്രമിച്ച, ഒളിച്ചു വെക്കാൻ ശ്രമിച്ച കാര്യം എന്താണ്? ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ എഴുതിയത് ഭൗതികമായ ജിന്ന് എന്നല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് എന്ന്. ഞാൻ സാധാരണ പറയാറുണ്ട്, കാദ്യാനികൾ കണ്ടാൽ ചിലപ്പോ ചോദിക്കും ഈസാ നബി മരിച്ചോ എന്ന് ചോദിക്കും. ചോദ്യം കേട്ടാ എന്താ വിചാരിക്കുക? ഇപ്പോ ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈസാ നബി അന്തരിച്ചു എന്ന് കണ്ടപ്പോ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചോദിക്കില്ല, ഇപ്പൊ ഒരാളെ മരണ വാർത്തയൊക്കെ ഫ്ലാഷ് ന്യൂസ് ആയി വന്ന് അത് എല്ലാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ല ഇങ്ങനെ ഇന്നയാളെ മരണപ്പെട്ടോ എന്ന് ചോദിക്കണം. അതിലിപ്പോ ഫ്ലാഷ് ന്യൂസും കണ്ട് ഇറങ്ങിയതാണ്. എന്തിനായത്? ഈസാ നബി മരിച്ചു എന്ന് ഉറപ്പിച്ചാലേ ഓന് ഖാദിയാനിനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയായി കൊണ്ടുവരണമെങ്കിൽ ഈസാ നബി മരിക്കണം. അതിനാണ് ഈസാ നബി മരിച്ചോ? എവിടെ മുഖാമുഖം നടത്തിയാലും ഖാദിയാനികൾ ചോദിക്കുന്ന ചോദ്യം ഈസാ നബി ജീവിച്ചിരിപ്പുണ്ടോ, ഈസാ നബി മരിച്ചോന്ന്. മരിച്ചു എന്ന് തെളിയിക്കണം. അതേപോലെ ഈ ജിന്നുകളൊക്കെ കണ്ടാൽ എന്താ ചോദിക്കല്? ജിന്ന് ഭൗതികോ അഭൗതികോ? മലക്ക് ഭൗതികോ അഭൗതികോ? എന്തിനായത്? ഭൗതികമായ ജിന്നിനോട് തേടിയാൽ ശിർക്കാവൂല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഭൗതികമോ അഭൗതികമോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ലാത്ത തരത്തിലാണ് ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ വാദമെഴുതിയത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന്, ഭൗതിക ജിന്നല്ല, അഭൗതികമായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട്, വസീലത്ത് ശിർക്കായതുണ്ട്. അതിനാ ആയത്ത് ഓതിയത്.